സ്വർണ്ണക്കുരുവുള്ള ചക്ക പണ്ട് കൊണ്ടൊരിടത്ത് ഒരു കടപ്പുറത്ത് അവിടെ മത്സ്യത്തൊഴിലാളികളുടെ ഇടയിലായിരുന്നു നമ്മുടെ കാക്കയുടെ വാസം. ശരിക്കു പറഞ്ഞാൽ നമ്മുടെ കൃഷ്ണേട്ടൻ്റെ വീടിൻ്റെ പിന്നാമ്പുറത്തുള്ള വാഴക്കയിൽ. അവളെ നമുക്ക് എപ്പോഴും അവിടെ കാണാം. അവ സ്നേഹത്തോടെ നൽകുന്ന ചോറും കറിയും പച്ചമീനും മറ്റു അവശിഷ്ടങ്ങളും ഒക്കെ കഴിച്ച് പരിസരം വൃത്തിയാക്കി നമ്മുടെ കാക്ക അവിടെ കഴിഞ്ഞുകൂടാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമായി. കൃഷ്ണേട്ടനും മക്കൾക്കും ഈ നമ്മുടെ കാക്കയെ വളരെ ഇഷ്ടമാണ്. നല്ല ഉരുണ്ട് കൊഴുത്ത ശരീരം, മിനുസമുള്ള തൂവലുകൾ, ഉത്സാഹത്തോടെയുള്ള നോട്ടവും പ്രകൃതിയും, ഇതൊക്കെയാണ് നമ്മുടെ ഈ കാക്കയുടെ പ്രത്യേകതകൾ. കടലിൽ നിന്ന് കാര്യമായ മത്സ്യങ്ങൾ ലഭിക്കാത്തതിനാൽ മത്സ്യത്തൊഴിലാളികൾ പട്ടിണിയിലാണ്. അതുകൊണ്ട് നമ്മുടെ കാക്കയും ദുഃഖത്തിലാണ്. പല വീടുകളിലും അടുപ്പ് പുകയാതെയായി. ഇത് പലർക്കും അറിയില്ലെങ്കിലും നമ്മുടെ കാക്കയ്ക്ക് ഇതെല്ലാം അറിയാം. കൃഷ്ണേട്ടൻ്റെ വീട്ടിൽ സ്ഥിതി വ്യത്യസ്തമല്ല. നമ്മുടെ കാക്ക വയറു നിറയെ ആഹാരം കഴിച്ചിട്ട് നാളുകളേറെയായി. മറ്റു കടപ്പുറത്തേക്ക് പോയാലും പച്ചമീൻ കിട്ടുമെന്ന് യാതൊരു പ്രതീക്ഷയും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ കാക്ക പോയില്ല. എന്തു ചെയ്യും? ആകെ കഷ്ടത്തിലായല്ലോ ഈശ്വര. എന്തെങ്കിലും പഴവർഗ്ഗങ്ങൾ തിന്നാമെന്ന് വെച്ചാൽ ഇവിടെയൊന്നും ഒരു പ്ലാവോ മാവോ ഇല്ല. പ്ലാവിൻ്റെ കാര്യം ഓർത്തപ്പോൾ നമ്മുടെ കാക്കയുടെ നാവിൽ വെള്ളമൂറി. എത്ര കാലമായി ഒരു പഴുത്ത ചക്കച്ചുള തിന്നിട്ട് ഇവിടം വിട്ട് വല്ല വനത്തിൽ പോയാലോ? കൃഷ്ണേട്ടൻ്റെ കുടുംബത്തെ ഉപേക്ഷിച്ചു പോകുന്നതിന് നമ്മുടെ കാക്കയ്ക്ക് വളരെ പ്രയാസമുണ്ട്. പോകാതിരുന്നാലും ശരിയാവില്ല. അവരുടെ ദയനീയതയാർന്ന മുഖഭാവങ്ങൾ കാണുമ്പോൾ നമ്മുടെ കാക്കയ്ക്ക് സങ്കടം വരും. അവൾ പിന്നെ ഒന്നും ചിന്തിച്ചില്ല. വടക്കു കിഴക്ക് ലക്ഷ്യമാക്കി നമ്മുടെ കാക്ക പറന്നു. കാക്ക അങ്ങനെ പറന്ന് ഒരു വനപ്രദേശത്തെത്തി. ആ വനപ്രദേശത്തിൽ എന്തെങ്കിലും കായ്കനികൾ ഉണ്ടാകാതിരിക്കില്ല. പറന്ന് തളർന്ന അവൾക്ക് നല്ല വിശപ്പവും ദാഹവും ഉണ്ടായിരുന്നു. അവൾ അവിടെ കണ്ട നീർച്ചാലിൽ നിന്ന് ദാഹം തീരുവോളം വെള്ളം കുടിച്ചു. എന്നിട്ട് വല്ല ചക്കയോ മാങ്ങയോ കണ്ടെത്താനായി കാട് മുഴുവൻ ചുറ്റിപ്പറന്നു. അപ്പോഴതാ ഒരു പഴുത്ത ചക്കയുമായി ഒരു പ്ലാവ്. കാക്ക ചുറ്റും നോക്കി. അവിടെ എങ്ങും ഒരു തരത്തിലുള്ള ജീവികളുമില്ല. കാക്ക പിന്നെ ഒന്നും ആലോചിച്ചില്ല. നേരെ പറന്ന് ചെന്ന് നന്നായി പഴുത്ത ഒരു ചക്കയുടെ മുകളിലിരുന്നു. പഴുത്ത ചക്കയുടെ വാസന അവളുടെ വായിൽ വെള്ളം മുറിച്ചു. അവൾ ചക്കയിൽ ആഞ്ഞു കൊത്തി. 2-3 കൊത്തിന് ശേഷം അവൾ അത്ഭുതപ്പെട്ടു. ചക്കച്ചുളയുടെ ഉള്ളിൽ കുരു ഇല്ലായിരുന്നു. കുരുവിന് പകരം ഒരു സ്വർണ്ണ നാണയം. നമ്മുടെ കാക്ക തിരിച്ചു മറച്ചു നോക്കിയിട്ട് ആ സ്വർണ്ണക്കുരു പ്ലാവിൻ്റെ കൊമ്പിൽ വെച്ചിട്ട് അടുത്ത ചുളയ്ക്കായി കുത്തി. ആ ചുളയിലും സ്വർണ്ണക്കുരു. ഇതെന്ത് മറിമായം? അവൾ ചിന്തിച്ചു. വിശപ്പടക്കാൻ ഒരു ചക്കച്ചുള കൂടി കൊത്തിയെടുത്തപ്പോൾ കിട്ടിയത് വീണ്ടും ഒരു സ്വർണ്ണക്കുരു. അവൾ വീണ്ടും ചുളകൾ കൊത്തിയെടുത്ത് പരിശോധിച്ചു. പക്ഷേ പിന്നെ എല്ലാത്തിലും ചക്കക്കുരു മാത്രം. അങ്ങനെ അവൾക്ക് 2 സ്വർണ്ണക്കുരു കിട്ടി. ഇതുകൊണ്ട് തനിക്ക് പ്രയോജനമൊന്നുമില്ലെങ്കിലും കൃഷ്ണേട്ടന് പ്രയോജനമുണ്ടാവും. കൃഷ്ണേട്ടൻ്റെ കുടുംബത്തിനെ ഓർത്തു. അവൾ ആ 2 സ്വർണ്ണക്കുരുവുമായി കൃഷ്ണേട്ടൻ്റെ വീട്ടിലേക്ക് പറന്നു. നമ്മുടെ കാക്ക കൃഷ്ണേട്ടൻ്റെ മുന്നിൽ ആ സ്വർണ്ണക്കുരു വച്ചതിന് ശേഷം ഒരു പ്രത്യേക ശബ്ദത്തിൽ കരഞ്ഞുകൊണ്ട് കൃഷ്ണേട്ടൻ്റെ ചുറ്റും പറന്നു. തനിക്ക് കാക്ക കൊണ്ടുതന്ന ആ സ്വർണ്ണ നാണയം എടുത്ത് നോക്കി. ഇത് സ്വർണ്ണ നാണയം തന്നെയാണോ? കൃഷ്ണേട്ടൻ വീട്ടുകാരെ വിവരമറിയിച്ചപ്പോൾ അവർക്കും അടക്കാനാവാത്ത സന്തോഷമായി. അവരുടെ സന്തോഷം കണ്ട് നമ്മുടെ കാക്കയ്ക്ക് ഏറെ